മക്കളെ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ രാത്രിയിലും യുദ്ധം തുടരുകയാണ്. ജയദ്രഥനെ അർജുനൻ വധിച്ചത് ദുര്യോധനിൽ നിരാശയുണ്ടാക്കി. യുദ്ധം ജയിക്കാൻ കഴിയുമോ എന്ന് പോലും അയാൾ സംശയിച്ചു. ദ്രോണാചാര്യരുടെ ജാഗ്രത കുറവാണ് ഇപ്രകാരം സംഭവിക്കാൻ കാരണമായതെന്ന് ദുര്യോധനൻ പഴിച്ചു. ഈ അഭിപ്രായത്തെ കർണൻ തള്ളിപ്പറഞ്ഞു. പാണ്ഡവരോട് കാണിച്ച അനീതികൾക്കുള്ള പ്രതിഫലമാണ് ഇതെല്ലാമെന്ന് കർണൻ പറഞ്ഞു. ഈ സമയത്ത് അശ്വത്ഥാമാവും ഘടോൽക്കജനുമായി യുദ്ധം ചെയ്യുകയായിരുന്നു. പലവിധ യുദ്ധരീതികളും പലവിധ ആയുധങ്ങളും അവർ പ്രയോഗിച്ചു. ഘടോൽക്കജൻ്റെ മകനായ അഞ്ജനപർവൻ അശ്വത്ഥാമാവിൻ്റെ ശരമേറ്റ് മരിച്ചതിൽ ഘടോൽക്കജൻ ദുഃഖിക്കുകയും വർദ്ധിച്ച കോപത്തോടെ അശ്വത്ഥാമാവിനെ ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ അശ്വത്ഥാമാവ് ആക്രമണങ്ങളെയെല്ലാം നിസ്സാരമായി നേരിട്ടു. ഘടോൽക്കജൻ അതിലില്ലാത്ത കോപം അടക്കാനാവാതെ 10 ശരങ്ങൾ അശ്വത്ഥാമാവിൻ്റെ മാറിൽ പതിപ്പിച്ചു. അശ്വത്ഥാമാവ് ഒന്ന് അടിപതറി. അഞ്ജലീകം എന്ന അസ്ത്രത്താൽ ഘടോൽക്കജൻ അശ്വത്ഥാമാവിൻ്റെ വില്ല് തകർത്തു. മറ്റൊരു ശക്തമായ വില്ലും എടുത്തുകൊണ്ട് ദ്രോണപുത്രൻ ആക്രമണം ആരംഭിച്ചു. വർദ്ധിച്ച ക്രോധത്തോടെ ഘടോൽക്കജൻ രാക്ഷസപ്പടയോട് അലറി, കൊല്ല് കൊല്ല്, ആ ദ്രോണപുത്രനെ വേഗം കൊല്ല്. ആജ്ഞ ലഭിച്ച രാക്ഷസന്മാർ കൂട്ടമായി പലതരം ആയുധങ്ങൾ അശ്വത്ഥാമാവിൻ്റെ ശിരസ് ലക്ഷ്യമാക്കി എറിയുവാൻ തുടങ്ങി. ഇത് കണ്ട് അങ്ങയുടെ സൈന്യത്തിലുള്ളവർ സ്തബ്ധരായി നിന്നുപോയി. പക്ഷേ അശ്വത്ഥാമാവിന് തെല്ലും കുലുക്കം ഇല്ലായിരുന്നു. അയാൾ അചഞ്ചലനായി നിന്നുകൊണ്ട് ഓരോ ശരങ്ങളാൽ രാക്ഷസരുടെ ആയുധങ്ങളെ പ്രതിരോധിച്ചു. രാക്ഷസരെ വധിക്കുവാൻ വേണ്ടി ദ്രൗണി ദിവ്യങ്ങളായ ആയുധങ്ങൾ പ്രയോഗിക്കുവാൻ തുടങ്ങി. ആ ദിവ്യാസ്ത്രങ്ങളേറ്റ് രാക്ഷസർ കുഴഞ്ഞു. രക്ഷയില്ലെന്ന് കണ്ട് അവർ കൂട്ടമായി അശ്വത്ഥാമാവിൻ്റെ മുന്നിൽ ചാടി വീണു. അപ്പോൾ അത്ഭുതകരമായ വീര്യമാണ് അശ്വത്ഥാമാവ് പ്രകടിപ്പിച്ചത്. ഘടോൽക്കജൻ്റെ മുന്നിൽ വച്ച് ജ്വലിക്കുന്ന അമ്പുകൾ അയച്ച് രാക്ഷസരെ ഒന്നൊന്നായി ചുട്ടരിക്കുവാൻ തുടങ്ങി. ഘടോൽക്കജൻ അലറിക്കൊണ്ട് ഒരിടിത്തീയെ അശ്വത്ഥാമാവിന് നേരെ അയച്ചു. ദ്രൗണി അത് പിടിച്ചെടുത്ത് ഘടോൽക്കജന് നേരെ എറിഞ്ഞു. അയാൾ രഥത്തിൽ നിന്നും ചാടിയിറങ്ങിയതിനാൽ ആ അഗ്നിപാതത്തിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ തേരും കുതിരകളും ഭസ്മമായിപ്പോയി. മഹാരാജാവേ, അശ്വത്ഥാമാവിൻ്റെ ഈ പരാക്രമം കണ്ട് എല്ലാവരും അതിശയിച്ചു പോയി. തേർ നഷ്ടപ്പെട്ട ഘടോൽക്കജൻ ദൃഷ്ടദ്യുമ്നൻ്റെ തേരിൽ കയറി. അവിടെ നിന്ന് അതിശക്തമായ ഒരു വില്ല് കൈക്കലാക്കി അശ്വത്ഥാമാവിന് നേരെ ആക്രമണം ആരംഭിച്ചു. അപ്പോൾ ദൃഷ്ടദ്യുമ്നനും ദ്രോണപുത്രനോട് യുദ്ധം ചെയ്തു. അശ്വത്ഥാമാവ് ഇരുവരോടും ഒരേ സമയം യുദ്ധം ചെയ്തു. അയാളുടെ യുദ്ധവൈഭവം കണ്ട് എല്ലാവരും അതിശയിച്ച് നിന്നുപോയി. ശരവർഷമായിരുന്നു ദ്രോണപുത്രൻ ചുരിഞ്ഞത്. തന്മൂലം തേരുകളും കുതിരകളും കാലാൾപ്പടയും ഗജസൈന്യവും അടങ്ങുന്ന രാക്ഷസസേനയെ അല്പനേരം കൊണ്ട് അശ്വത്ഥാമാവ് നാമാവശേഷമാക്കി. ഇത് കണ്ട് യുധിഷ്ഠിരൻ, ഭീമൻ, കൃഷ്ണാർജുനന്മാർ, ഘടോൽക്കജൻ, ദൃഷ്ടദ്യുമ്നൻ തുടങ്ങിയവർ കണ്ണുമിഴിച്ച് നോക്കി നിന്നുപോയി. അപ്പോഴും ഒരു കൂട്ടം പാണ്ഡവവീരന്മാർ മരണപ്പെടുകയുണ്ടായി. പാഞ്ചാല രാജകുമാരനായ സുരഥൻ, ദ്രുപദരാജാവിൻ്റെ അനുജനായ ശത്രുഞ്ജയൻ, ബാലാനീകൻ, ജയാനീകൻ, ജയാശ്വൻ എന്നിവരെയും വധിച്ചു. പിന്നീട് 3 അമ്പുകൾ കൊണ്ട് വൃഷധ്രൻ, ഹേമമാലി, ചന്ദ്രസേനൻ എന്നിവർക്കും മൃത്യു നൽകി. പിന്നീട് അത്യന്തം ഭീകരമായ ഒരസ്ത്രം ഘടോൽക്കജൻ്റെ മാറിടം ലക്ഷ്യമാക്കി വിക്ഷേപിച്ചു. ആ അസ്ത്രമേറ്റ് മാറിടം പിളർന്ന ഘടോൽക്കജൻ മരിച്ചതുപോലെ മോഹാലസ്യപ്പെട്ട് വീണു. ഇതുകൊണ്ട് അയാൾ മരിച്ചെന്ന് കരുതി ധൃഷ്ടദ്യുമ്നൻ രഥം ദൂരേക്ക് മാറ്റി. പാണ്ഡവ സൈന്യത്തിലെ രാജാക്കന്മാർ പ്രാണഭയം കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു. പാണ്ഡവ സൈന്യം പരാജയപ്പെടുന്നത് കണ്ട് അശ്വത്ഥാമാവ് ഉറക്കെ ഒന്ന് അലറി. ദ്രൗണിയുടെ വിജയം കണ്ട് അങ്ങയുടെ സൈനികർ മാത്രമല്ല, ആകാശലോകത്ത് യക്ഷചാരണ കിന്നരന്മാർ പോലും അത്ഭുതപ്പെട്ടു. സഞ്ജയൻ പറഞ്ഞു, രാജാവേ, അശ്വത്ഥാമാവിൻ്റെ കൈക്കരുത്തിൽ കുന്തിഭോജ മഹാരാജാവിൻ്റെ 10 മക്കളും മരിച്ചു. കൂടാതെ അയാൾ ആയിരക്കണക്കായ രഥങ്ങൾ തകർക്കുകയും ആനകളെയും കുതിരകളെയും എണ്ണമില്ലാതെ സംഹരിക്കുകയും ചെയ്തു. ഇത് കണ്ട യുധിഷ്ഠിരൻ, ഭീമൻ, സാത്യകി എന്നിവർ പോർവിളി നടത്തിക്കൊണ്ട് യുദ്ധം തുടർന്നു. അങ്ങയുടെ പക്ഷത്തെ സോമകന് സാത്യകിയെ കാണുമ്പോഴെല്ലാം കോപം അണപൊട്ടി. അയാൾ സാത്യകിയെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടി. സാത്യകിയുടെ സമീപത്തേക്ക് സോമകൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ ഭീമൻ അയാളെ തടയാൻ ശ്രമിച്ചു. ഭീമൻ്റെ ശരമേറ്റ് സോമകന് മുറിവ് പറ്റി. അയാളും
ഭീമനെ മുറിവേൽപ്പിച്ചു. ഇത് കണ്ട് സാത്വികിയും തിരിച്ചടിച്ചു. ഭീമൻ സോമകൻ്റെ ശിരസിൽ ഒരു കുന്തം കൊണ്ട് കുത്തി. സാത്വികി ശക്തമായ ഒരസ്ത്രം സോമകൻ്റെ മാറിൽ തന്നെ കൊള്ളിച്ചു. രണ്ടായുധങ്ങളും ഏറ്റ് സോമകൻ മോഹാലസ്യപ്പെട്ടു. രാജാവേ, സോമകൻ്റെ പിതാവായ ബാഹ്ലീകൻ ഇത് കണ്ട് ഭീമൻ്റെ മാറിടത്തിലേക്ക് ഒരു ശക്തിയെ അയച്ചു. അതേറ്റ് ഭീമൻ ബോധമറ്റ് വീണു. അല്പസമയത്തിനുള്ളിൽ ബോധം വീണ്ടെടുത്ത ഭീമൻ ഒരു ഗദ ചുഴറ്റിയെറിഞ്ഞു. ഗദാഘാതം ഏറ്റ് ബാഹ്ലീകൻ്റെ ശിരസ് ഉടലിൽ നിന്നും തെറിച്ചു വീണു. ഇത് കണ്ടുനിന്ന അങ്ങയുടെ പുത്രന്മാരായ ദൃഢരഥൻ, നാഗദത്തൻ, അയോഭുജൻ, മഹാബാഹു, പ്രമാധി, വിരജൻ, അനുയായി, ഉഗ്രൻ എന്നിവർ ഒന്നിച്ചു വന്ന് ഭീമന് നേരെ ശരങ്ങൾ വർഷിച്ചു. കോപാകുലനായ ഭീമൻ ഓരോ ശരങ്ങൾ പ്രയോഗിച്ച് അങ്ങയുടെ 10 പുത്രന്മാരെയും കാലപുരിയിൽ എത്തിച്ചു. കൂടാതെ അങ്ങയുടെ ബന്ധുക്കളായ 7 പേരെയും മഹാരഥനായ ശതചന്ദ്രനെയും വധിച്ചു. ഭീമൻ്റെ ഈ പ്രവൃത്തി കണ്ട് ശകുനിയുടെ സഹോദരന്മാരായ ഗവാക്ഷൻ, ശരഭൻ, വിഭു, സുഭഗൻ, ഭാനുദത്തൻ എന്നീ 5 പേർ കൂടി ഭീമൻ്റെ അസ്ത്രങ്ങൾക്ക് ഇരയായി കാലദേശത്തേക്ക് പോയി. രാജാവേ, വേറൊരു ഭാഗത്ത് യുധിഷ്ഠിരൻ കൗരവ സൈന്യത്തെ തകർക്കുകയായിരുന്നു. അമ്പഷ്ടം, ശിബി, മാളവം, തൃഗർത്തം തുടങ്ങിയ രാജ്യങ്ങളിലെ യോദ്ധാക്കളെ യുധിഷ്ഠിരൻ ഒറ്റയ്ക്ക് വകവരുത്തിക്കൊണ്ടിരുന്നു. അഭിഷാകം, ശൂരസേനം, ബാഹ്ലീകം, വസാദി എന്നീ രാജ്യങ്ങളിൽ നിന്നും പാണ്ഡവരെ എതിർക്കാനെത്തിയ വീരന്മാരെ വധിച്ച് യുധിഷ്ഠിരൻ ഭൂമിയെ രക്താഭിഷേകം ചെയ്തു. ഈ നേരത്ത് ദുര്യോധനൻ ദ്രോണരെ സമീപിച്ച് യുധിഷ്ഠിരനെ തടയാൻ ആവശ്യപ്പെട്ടു. ക്രുദ്ധനായ ദ്രോണർ വായവ്യാസ്ത്രം തൊടുത്തുവിട്ടു. യുധിഷ്ഠിരൻ ശക്തമായ പ്രത്യസ്ത്രം കൊണ്ട് ആചാര്യൻ്റെ ശരത്തെ നിർവീര്യമാക്കി. ദ്രോണരുടെ കോപം ഇരട്ടിച്ചു. അദ്ദേഹം വാരുണ്യം, യാമ്യം, ആഗ്നേയം, സാവിത്രം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി അയച്ചുകൊണ്ടിരുന്നു. ഇതൊന്നും കൊണ്ട് യുധിഷ്ഠിരനെ ഭയപ്പെടുത്താൻ പോലും ആചാര്യന് കഴിഞ്ഞില്ല. ആചാര്യൻ്റെ അസ്ത്രങ്ങളെയെല്ലാം തുല്യശക്തിയുള്ള പ്രത്യസ്ത്രങ്ങളാൽ യുധിഷ്ഠിരൻ തടഞ്ഞുകൊണ്ടിരുന്നു. ദ്രോണർ ഐന്ദ്രാസ്ത്രവും പ്രജാപത്യസ്ത്രവും പ്രയോഗിച്ചപ്പോൾ യുധിഷ്ഠിരൻ അവയെ മഹേന്ദ്രാസ്ത്രം പ്രയോഗിച്ച് നിഷ്പ്രഭമാക്കി. രാജാവെ, ഈ വിധത്തിൽ താൻ പ്രയോഗിക്കുന്ന അസ്ത്രങ്ങളൊന്നും ഫലിക്കാതെ വന്നപ്പോൾ ദ്രോണർ യുധിഷ്ഠിരനെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രഹ്മാസ്ത്രം തൊടുത്തുവിട്ടു. അതിൻ്റെ ശക്തിയാൽ യുദ്ധഭൂമിയാകെ കഠിനമായ ഇരുട്ടിൽ ആണ്ടുപോയി. ഭയപ്പെട്ട ആനകൾ അലറി വിളിക്കുകയും കുതിരകൾ ചിനയ്ക്കുകയും ചെയ്തു. യോദ്ധാക്കളാകെ ഭയന്നു. യുധിഷ്ഠിരൻ പ്രത്യസ്ത്രമായി ബഹുവാസ്ത്രം തന്നെ പ്രയോഗിച്ചു. അതോടെ ദ്രോണർ ധർമ്മജനെ വിട്ടിട്ട് ദൂരേക്ക് മാറിപ്പോയി. അകലേക്ക് മാറിപ്പോയ ദ്രോണരെ ഒരു ഭാഗത്തു നിന്ന് ഭീമനും മറുഭാഗത്തു നിന്ന് അർജുനനും വമ്പിച്ച രഥസൈന്യങ്ങളുമായി വന്ന് ആക്രമിക്കുവാൻ തുടങ്ങി. കേകയന്മാരും സൃഞ്ജയന്മാരും പാഞ്ചാലദേശക്കാരും മാത്സ്യരാജ്യക്കാരും ഭീമാർജുനന്മാരുടെ പിന്തുണയ്ക്ക് എത്തി. പാർത്ഥൻ നമ്മുടെ സൈന്യത്തെ സംഹരിക്കുവാൻ തുടങ്ങി. രാത്രി വളരെ വൈകിയിരുന്നതിനാൽ നമ്മുടെ സൈനികരെ ഉറക്കം വളരെയേറെ ബുദ്ധിമുട്ടിച്ചു. ആ അവസരം പാർത്ഥനും ഭീമനും ശരിയായി പ്രയോജനപ്പെടുത്തി. ദുര്യോധനനും ദ്രോണരും ചേർന്ന് ശ്രമിച്ചിട്ടും പാണ്ഡവ സൈന്യത്തെ തടയാൻ ആയില്ല. രാജാവേ, ഈ സമയത്ത് അങ്ങയുടെ പുത്രൻ കർണനെ കണ്ടെത്തി പറഞ്ഞു, കർണ, ഇനി ഈ സൈന്യത്തെ മുഴുവൻ താങ്കൾ തന്നെ നയിക്കണം. പാഞ്ചാലരും പാണ്ഡവരും കേകയ മാത്സ്യന്മാരും ആചാര്യനെ വളഞ്ഞു കഴിഞ്ഞു. ഇനി താങ്കൾക്കല്ലാതെ മറ്റാർക്കും കൗരവരെ രക്ഷിക്കാനാവില്ല. ഇത് കേട്ടപ്പോൾ കർണൻ പറഞ്ഞു, സുയോധന, അങ്ങ് അധൈര്യപ്പെടരുത്. ഇന്ന് സാക്ഷാൽ ഇന്ദ്രദേവൻ തന്നെ പാണ്ഡവരെ നയിച്ചാലും അദ്ദേഹത്തെയും പിന്തള്ളി ഞാൻ അർജുനനെ വധിക്കും. സുയോധന, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പാണ്ഡവരെയും പാഞ്ചാലരെയും നിഗ്രഹിച്ചുകൊണ്ട് ഇന്ദ്രദേവൻ എനിക്ക് വരമായി നൽകിയ ശക്തി ഞാൻ പാർത്ഥന നേരെ പ്രയോഗിക്കും. പാർത്ഥനാണിപ്പോൾ ബാക്കിയുള്ള പാണ്ഡവരുടെ രക്ഷ. അവനെ തന്നെ വധിച്ചാൽ പാണ്ഡവർ നമുക്ക് കീഴടങ്ങും. ഇല്ലെങ്കിൽ വല്ല വനത്തിലേക്കും പോകും. കൗരവശ്രേഷ്ഠ, അങ്ങ് നിരാശപ്പെടേണ്ട. ഇവിടെ പാണ്ഡവർക്ക് സഹായികളായി എത്തിയിട്ടുള്ള പാഞ്ചാലത്തെയും വിരാട രാജ്യത്തെയും എല്ലാ മഹാരഥന്മാരെയും വധിച്ച് അർജുനനെ ഞാൻ അവസാനിപ്പിക്കും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ എൻ്റെ ശരപാഠവും പാണ്ഡവ സൈന്യത്തിന് മേൽ പ്രയോഗിച്ച് ഭൂമണ്ഡലമാകെ ഈ കാൽക്കീഴിൽ കൊണ്ടുവയ്ക്കും. സുഹൃത്തെ, അങ്ങ് ഭയപ്പെടാതിരിക്കൂ. ഇത് കേട്ടപ്പോൾ കൃപർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബലേഭേഷ്,
കൊള്ളാം. കർണ, നീ ഈ പറയുന്നതെല്ലാം സാധിച്ചിരുന്നെങ്കിൽ എന്നേ ദുര്യോധനൻ സനാഥനാകുമായിരുന്നു. കർണ, നീ വളരെ വാചാലനാണ്. വെറുതെ വീൺവാക്കുകളാണ് പുലമ്പുന്നത്. താൻ ഈ പറയുന്ന യുദ്ധസാമർഥ്യം മുമ്പൊരിക്കലും ഒരിടത്തും കണ്ടിട്ടില്ല. ഒന്നോർത്തു നോക്കൂ, പലതവണ നിങ്ങൾ പാണ്ഡവരുമായി ഏറ്റുമുട്ടി. അപ്പോഴൊക്കെ വിജയിച്ചത് പാണ്ഡവരാണ്. പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളത് പാണ്ഡവരുടെ സഹായത്താലാണെന്ന് ഓർക്കുന്നില്ലേ? പണ്ട് ഗന്ധർവന്മാർ ദുര്യോധനനെ ബന്ദിയാക്കിയപ്പോൾ ഏറ്റവും മുന്നിൽ ഓടി രക്ഷപ്പെട്ടത് കർണ നീ ആയിരുന്നില്ലേ? ഇടോ, പാർത്ഥൻ തനിക്ക് നേരെ വന്നാൽ അവനെ നേരിടാനുള്ള കഴിവൊന്നും തനിക്കില്ല. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പാർത്ഥൻ്റെ സാരഥി. ആ പാർത്ഥസാരഥിയെ മറികടന്ന് അർജുനനെ ഒന്ന് കാണാൻ പോലും തനിക്കാവില്ല. ഇതെല്ലാം അറിഞ്ഞിട്ടും തനിക്കെങ്ങനെ വീമ്പിളക്കാൻ പറ്റുന്നു? വിരാടൻ്റെ നഗരത്തിൽ പണ്ട് നിങ്ങൾ പോയത് ഓർക്കുന്നില്ലേ? അന്ന് അർജുനൻ ഒറ്റയ്ക്കാണ് നിങ്ങളെ തുരത്തിയത്. തൻ്റെ ഈ അർത്ഥശൂന്യമായ ഗർജനം പാർത്ഥൻ്റെ ശരം ഏൽക്കുന്നതുവരെ മാത്രമേ ഉണ്ടാകൂ. സുഹൃത്തെ, ക്ഷത്രിയൻ കൈക്കരുത്തുകൊണ്ട് ശൗര്യം കാട്ടുന്നു, ബ്രാഹ്മണൻ വാക്കിനാൽ ശൗര്യം കാട്ടുന്നു. ഇടോ, കൈക്കരുത്തുകൊണ്ട് സാക്ഷാൽ ശ്രീശങ്കരനെ പോലും വിസ്മയിപ്പിച്ചവനാണ് പാർത്ഥൻ. അവനെ എതിർക്കാൻ ഏത് ക്ഷത്രിയന് കഴിയും? കൃപരുടെ അധിക്ഷേപ വാക്കുകൾ കേട്ടിട്ട് കർണന് കോപമടക്കാൻ കഴിഞ്ഞില്ല. അയാൾ പറഞ്ഞു, മഴക്കാലത്ത് മേഘങ്ങൾ ഗർജിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് വീരന്മാരും. വിളഭൂമിയിൽ വിതച്ച വിത്ത് പോലെ അവർ വേഗം വിളവുകൾ നൽകുകയും ചെയ്യും. കൃപരെ, ഞാൻ ഗർജിക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ലല്ലോ. ഞാൻ ഗർജിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഉടനെ തന്നെ മനസ്സിലാകും. കൃഷ്ണനെയും പാണ്ഡവരെയും ഒരുമിച്ച് വധിച്ചിട്ട് ദുര്യോധനന് ഞാൻ ഈ സാമ്രാജ്യം മുഴുവൻ നൽകും. കർണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കൃപർക്ക് ചിരിയാണ് വന്നത്. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.